നമ്മളിവിടെ ശിവേട്ടനെ കണ്ടു. ശിവേട്ടനെ ഇന്ന് ഞാൻ വന്നത് ഞാൻ വേറൊരാളെ പ്രണയിച്ച് ഈ ഭൂമിക്ക് മീതെ വെളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളായി ഉള്ളിയൊന്നും വേണ്ട. നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും ഒരു അത്ഭുതത്തോടെ കാണുന്നൊരു. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ലൈഫിൽ ആദ്യത്തെ കപ്പിൾ ട്രിപ്പാണ്. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചുള്ള ഫസ്റ്റ് ട്രിപ്പാണ്. നമ്മൾ മാത്രമായിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ്. അത് ഒരുക്കി തന്ന അവളുടെ ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ് എൽഫീനേല, അന്നു, സോലോ, സ്വാഗ്, എല്ലാവർക്കും നന്ദി. താങ്ക് യു ഗൈസ്. അപ്പൊ നമ്മൾ മൂന്നാറ് പോവാണ്. നമ്മൾ വേറെ കുറെ പ്ലാനുകളൊക്കെ ഉണ്ടായി, പക്ഷെ ഒക്കെ ഇങ്ങനെ അങ്ങനെ ആയിട്ട് പോയി. അപ്പൊ ഇപ്പൊ ഇവിടെ പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് കൊടുങ്ങല്ലൂർ ഫുഡ് കഴിച്ചു. ഇന്നലെ വരെ നല്ല മഴ. നമ്മളിവിടെ ശിവേട്ടനെ കണ്ടു. ശിവേട്ടനെ സാന്ത്വനത്തിലെ ശിവേട്ടൻ. സീരിയൽ ഫാനാണ് ഞാൻ. സീരിയൽ സാന്ത്വനം ഉമ്മ കാണുമ്പോ അങ്ങനെ കാണാണ്. അപ്പൊ മുപ്പര് കണ്ടു. അപ്പൊ എന്തായാലും ഇനി നമ്മൾ മൂന്നാർ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. നമ്മ ഇറങ്ങിയപ്പോ നല്ല മഴയായിരുന്നു. നല്ല ചൂടായിരുന്നു, വെയില്. പക്ഷെ ഇപ്പൊ ഒന്ന് മഴ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോവാണ്. ഇനി ഏകദേശം ഒരു 2 മണിക്കൂറും കൂടി ഉണ്ട് മൂന്നാർ എത്താൻ. അപ്പൊ അവിടെ ബാക്കി എത്തിയിട്ട് പ്രകൃതി രമണീയമായ സ്ഥലം എത്തിക്കഴിഞ്ഞു. 11 മിനിറ്റിന് എത്താൻ. ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഫുൾ ബ്ലോക്കായി. സീൻ ബ്ലോക്കാണ്. പെട്ടെന്ന് എനിക്ക് അയാളും ഞാനും നോക്കിയാ തണുപ്പൊക്കെ കുറവാണ്. പക്ഷെ ഈ അവിടെ ഇവിടെ വരുമ്പോ ഇങ്ങനെ കോട കാണുന്നുണ്ട്. വരുന്ന വഴി അടിപൊളിയായിരുന്നു. നല്ല അതെ, ഹെയർപിനൊക്കെ ക്ലൈമറ്റ് നല്ല നല്ല വൈബായി. ഇവിടെ നല്ല പണി, റോഡ് പണി അടുക്കുന്നുണ്ട്. വരാൻ പ്ലാൻ ചെയ്യുന്നവര് ഇതൊന്ന് പലിശ വെച്ചോ. പ്രശ്നമൊന്നുമില്ല, വണ്ടി മൂവിങ്ങാണ്. പക്ഷെ നല്ല റോഡ് പണി നടക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും. ഇവിടെ നല്ല പണിയുണ്ട്. പെരുന്നാളിക്ക് കുറെ ഉണ്ടായിരുന്നു അവിടെ ചെറിയ 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 പണികൾ. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര മിനിറ്റ് അതിനൊന്നും തന്നെ മാറിയില്ല. 4.7 കിലോമീറ്റർ. ഓക്കെ, ബൈ. നമ്മൾ പറഞ്ഞ സ്ഥലമെത്തി. നമ്മൾ അങ്ങനെ സ്ഥലത്തെത്തി. ഇത് ആക്ച്വലി മൂന്നാറല്ല. ഇപ്പൊ മൂന്നാറിക്ക് ഇവിടെ നിന്ന് ഇനി 21 കിലോമീറ്റർ ഉണ്ട് ഫ്രണ്ടിലേക്ക്. ഇത് മൂന്നാറാണോ വെച്ചാണ്, പക്ഷെ അങ്ങോട്ട് പ്രോപ്പറായിട്ട് എത്തണ്ട. എന്തോ സ്റ്റെപ്പൊക്കെ കയറാനുണ്ട്. കുറെ സ്റ്റെപ്പ് കയറാനുണ്ട്. ഇത് ഹോളിഡേ ഹൗസ് ബ്ലൂ പീക്ക്, ഇതാണ് സംഭവം. അപ്പോൾ ഇതിപ്പോ പെറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് മൊത്തം കയറണം തോന്നുന്നു. സാധാരണ ഇങ്ങനെ ഒരു വഴി ഉണ്ടാവില്ലേ. ഓക്കെ, അപ്പം നമ്മളെന്തായാലും പോയി നോക്കട്ടെ. റിസപ്ഷൻ പോയിട്ട് എന്താ അവസ്ഥ അറിയാം. റൂമൊക്കെ കണ്ടിട്ട് നമ്മൾ ഇത് വന്നെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇതെനിക്ക് ഒന്ന് ട്രോളി എടുക്കാനാവും ഈ സാധനം. റിസപ്ഷൻ നോക്കട്ടെ. പിന്നെ മേലക്കും ഇനി എന്തൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ വെച്ച് അവസാനിച്ചു.
ഇതാണ് റൂം. നമ്മളിവിടെ എത്തി. പുറത്തിറങ്ങുമ്പോൾ എവിടെയെങ്കിലും ഇതാണ് ഇവിടുന്ന് വ്യൂ. ഇതിലേക്ക് കളിക്കാം. ഇവിടുന്ന് റൂമിലേക്ക് ഇത് മറ്റേതാണ് ബാത്റൂം. Oh yeah. ഇത് നമ്മൾക്ക് റൂമിൽ നിന്ന് കൂടി സീൻ. ഓക്കേ, അങ്ങനെ നമ്മൾ റൂമെത്തി. അപ്പം ഇനി ഇവിടെ നിന്ന് ബാക്കി ഇവിടെ എനിക്ക് തോന്നുന്നു അടുത്തൊന്നും കാണുന്നില്ല. വണ്ടി എടുത്ത് കുറച്ച് എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടി വരും. പിന്നെ സിപ്പ് ലൈനൊക്കെ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം. കുറച്ചേരൊക്കെ കിടന്നു. അങ്ങനെ നമുക്ക് അവൾക്ക് നല്ല വിശപ്പ് പറഞ്ഞു. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് ഇവിടെ അടുത്തൊന്നും കാണാനില്ല. എന്തായാലും നോക്കി നോക്കണം. ചെറിയ മഴയുണ്ടെന്ന്. മഴ വരുന്നാൽ കൊണ്ടുപോകും. ഇതാണ് ലൈറ്റ് സെറ്റപ്പ്. അവിടെ ഗംഭീര വ്യൂ. കുറച്ച് പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാത്തായിരിക്കും നല്ലത്. കാരണം ഈ സ്റ്റെപ്പ് മൊത്തം കയറുമ്പോഴത്തേന് പരിപ്പളകും. ഒരു ശബരിമല മൂടാ എന്താ ഇത് ഫുള്ള് കയറണം. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അണ്ടർഗ്രൗണ്ട് ചാർക്കോൾ ഗ്രില്ലാണ്. ഇവിടെ നിയർ ബൈ നോക്കി കുറച്ച് അടിപൊളിയായിട്ട് തോന്നിയേക്കാണ്. അതെ, ഇതിൻ്റെ റൂഫ് ടോപ്പിൽ എന്തൊക്കെ കാണുന്നുണ്ട്. ഇതാണോന്ന് അറിയില്ല. പോയി നോക്കാം. ഫോട്ടോ റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ നല്ല പിസ്സ എന്നൊക്കെ പറയുന്നുണ്ട്. രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടുന്ന് അവിടെ തൊട്ടടുത്തൊന്നുമില്ല, ഒരു 6-8 കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല ടൗണുണ്ട്. കുറേ ബേക്കറിയും മറ്റൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ എന്താ അവസ്ഥ നോക്കട്ടെ. അയ്യോ, സെറ്റപ്പ് കൊള്ളാം. കഫേ ഇതല്ല, കഫേക്ക് ഇതെന്താ, ഇത് എനിക്കൊന്ന് വേറെ ഹോട്ടലാണ്. ഇതിലെ ബാക്കിൽ പോകുമ്പോഴാണ് അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ ഹോട്ടലിൽ കൂടെ ഇറങ്ങി അതിലേക്ക് കയറി ഇതിലേ പുറത്തൊന്നും. ഇതാ ഇവിടെ ഇത് ഒന്ന് സെറ്റ്. ഇവിടെയാണ് ലെഫ്റ്റിൽ. ഇത് എന്താ പനോരമിക്കൽ ഗേറ്റ് വേ. ഇത് 11,000 സംതിങ് സ്റ്റാർട്ടിങ്. പക്ഷെ അതിനുള്ള ഉണ്ട് കേട്ടോ, വൺ സെറ്റപ്പ്. ഇതാരോ അതിൽ റിവ്യൂ കണ്ടിരുന്നു. വ്യൂ അടിപൊളിയാണ്. പക്ഷെ രാവിലെ ഒക്കെ അടിപൊളി. നോക്കി വൈകുന്നേരം 5 മണി സമയത്തൊക്കെ വന്നിരുന്നു. സെറ്റപ്പ് ആയിട്ട് ലേറ്റ് ആയതല്ല, വിശപ്പ് ഇപ്പോഴും വന്നപ്പോൾ ഫുഡ് കഴിക്കുന്ന നോക്കിയത്. അവിടെ അതൊക്കെ എന്തൊക്കെ ഉണ്ട്. കുറച്ചിറങ്ങിക്കോ. ഇങ്ങനെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അയ്യോ, QR കോഡ് സ്കാൻ ചെയ്താൽ നമ്മൾക്ക് മെനു കിട്ടും.
ബാർബിക്യൂ പിസ്സ ഓർഡർ ആക്കി. കോംപ്ലിമെന്റ് ആയി കിട്ടിയ മസാല കോൺ എന്ന് പറഞ്ഞ ടേസ്റ്റ് ഉണ്ടല്ലേ? ഒരു മറ്റേ ഇത് ബേൽപൂരി എന്ന് പറയുന്ന അങ്ങനത്തെ സാധനം. പപ്പടത്തിന്റെ ഉള്ളിൽ കുറച്ച് പപ്പടം പോലത്തെ ഒരു വേഫർ പോലെ, എന്നിട്ട് ഉള്ളില് കോണും ഓനിയനും ഒക്കെ ഇട്ടിട്ട് കൊള്ളാം. കഴിച്ചിട്ടുണ്ടല്ല. മറ്റേ ഒന്നില്ലേ? താങ്ക് യു. അടിപൊളി, റെക്കമെൻഡ് ചെയ്യാട്ടോ. അണ്ടർഗ്രൗണ്ട് ചിൽ ഗ്രിൽ അടിപൊളി. വിശക്കണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് മൊത്തം ഞാൻ കഴിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഞാൻ കഴിക്കണേ കൂടി ഇപ്പൊ കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ കഴിക്കലും കൂടി ഇക്ക കഴിച്ചിട്ട് ഇക്ക ഇങ്ങനായി, വയറൊക്കെ ചാടി, ഇങ്ങനെയായി. വിശക്കണെന്ന് പറയും, ഇത് വന്നിട്ട് ഇതിനവസ്ഥ ഫുള്ള് ഞാൻ കഴിക്കണം. വാഷ്റൂം ബാക്കിലാണ്. എന്തായാലും അടിപൊളി സർവീസും ഫുഡും എല്ലാം കൊള്ളാം. ലേഡീസ് ജെന്റ്സ്. നിന്റെ പരിപാടി നമുക്ക് ഡേഞ്ചറസ് ഗ്യാസസ് മനസ്സിലായില്ല? മനസ്സിലായി, പാട്ടാണ്. ഫാട്ട് ഫാട്ടില്ല. എന്ത് ഞാൻ പാട്ടിനാണോ അല്ലേ? ഇവിടെ ഭയങ്കര സ്റ്റാൻഡേർഡാ. ഇതൊന്നും ഇടല്ലേ? കിട്ടും. നമ്മള് ഈ ടൈമിൽ വന്നതുകൊണ്ട് ഒരു അടിപൊളി വ്യൂ മിസ്സാക്കി. നമ്മൾ നാളെ വന്നാലോ? നാളെയും ഔട്ട്ഡോർ ഒക്കെ ഉണ്ട് കേട്ടോ. ഓ കണ്ടാ മഞ്ഞ കണ്ടാ അയ്യേ, എന്തേ മഞ്ഞല്ലത് ആണോ? അറിയാലേ, ഇതും വിശ്വസിക്കോളൂ. ശരിക്കും മഞ്ഞ അതിനുള്ളിലൊക്കെ എന്തേ ആരൊക്കെ എടുക്കണം. കണ്ടാ കണ്ട ഒളിഞ്ഞു നോക്കണോക്കെ. ഓഫ്, ഇവിടെ എല്ലായിടത്തും ഈ മഴ കയറലാണല്ലോ. നിന്ന് കത്തോടെ അവിടെ ഒന്ന് കത്തുന്നുണ്ട്. അൽഫാമായി വരുമ്പോ വാ. സത്യമാണ് അധികം തണുപ്പൊന്നുമില്ല, പക്ഷെ ഷോ കണ്ടാല് തണുക്കുന്നു. എത്ര നേരം പറഞ്ഞു അധികം തണുപ്പൊന്നുമില്ലാലാണ്. എല്ലാ വേദനകളും ചാമ്പലാക്കുന്ന ഈ തീയിൽ ലയിച്ച് അതിന്റെ നാളമായി ആവിയായി അങ്ങ് ദൂരെ ആകാശത്തോളം ചെല്ലണം. എന്നിട്ട് ഈ ഭൂമിക്ക് മീതെ വെളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളായി അങ്ങനെ ഒഴുകി നടക്കണം. അതല്ല, കൊറേ നേരം അല്ലാണ്ട് തണുപ്പൊന്നുമില്ല ഇവിടെ.
വെൽക്കം ബാക്ക്. സോ ഇന്നൊരു എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള റൂമെത്തി, ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. നമസ്കാരം. 11 മണിക്ക് ചെക്കൗട്ടാണ്. നമ്മളിപ്പോൾ 10:30 എണീറ്റ് സെറ്റാവണം. ബ്രഷും പേസ്റ്റും വെച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാവും വെച്ചിട്ട് നമ്മൾ എടുത്തില്ല. ഇന്നലെ ഇവിടെ പേസ്റ്റ് മേടിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ ചെക്കൗട്ട് ചെയ്യാണ്. കുറച്ച് ലേറ്റായി, 1 മണിക്കൂർ ലേറ്റ്. ദെൻ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സായി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്ത് ആരോ കഴിച്ചതാണ്. നമ്മൾ ഉറങ്ങിപ്പോയി. നല്ല രാത്രി ആയതുകൊണ്ട് ഇവിടുന്ന് കറക്റ്റ് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. സെറ്റപ്പൊക്കെ കൊള്ളാം, നൈസ്. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പോലെ. ഇവിടെ കുറേ സ്റ്റെപ്സ് ഉണ്ട്, അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഇങ്ങനെ 4 റൂമാണ് ബാൽക്കണിയിൽ. നമുക്ക് കിട്ടിയത് ഇത് മേലത്തെ റൂം. പിന്നെ ഇതാ ഇങ്ങനെ ഒരു സെറ്റപ്പ്. ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. രാത്രി ആയപ്പോൾ കുറച്ച് കോടൊക്കെ ഉണ്ടായിരുന്നു. യോ, നമ്മളിറങ്ങി വണ്ടിയിൽ കയറി. റൂമൊക്കെ കൊള്ളാം, വ്യൂ ഒക്കെ ഉണ്ട്. ആകെയുള്ള പ്രശ്നം ഇതായിരുന്നു, സ്റ്റെപ്പ് കയറാൻ കുറച്ച് മുഷ്കിലായിരുന്നു. പിന്നെ റിസപ്ഷൻ ഞാൻ ഓൾറെഡി മിനിയാന്ന് വരണ്ടായിരുന്നു. ഞാൻ ഡേറ്റ് മാറ്റി, ഇക്ക പോകുന്ന ഡേറ്റ് മാറ്റിയതാണ്. അപ്പോൾ അതൊരു ചേച്ചിനെ വിളിച്ചു. അപ്പോൾ ആള് സംസാരിക്കുമ്പോൾ നല്ലതായിരുന്നു. വിളിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ 1 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ ലൈക്ക് ചിലവരുണ്ട്, ചില ഹോട്ടൽസിലൊക്കെ പോയാൽ ഭയങ്കര എടുങ്ങാറിരിക്കും. നമ്മളെ എടുങ്ങാറാക്കും. ഇവരൊന്നും ഉണ്ടായില്ല. അപ്പോൾ അത് അവർക്ക് വേറെ ഗസ്റ്റ് ഉള്ള കാരണം കുറച്ച് അവർ നമ്മളിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ നല്ല സംസാരിക്കാൻ നല്ലതായിരുന്നു. അപ്പോൾ ഇന്ന് നേരിട്ട് കണ്ടേ. ഇന്നലെ ഉണ്ടായിരുന്നില്ല അവർ, ഇന്നലെ വേറെ ആരോ ആയിരുന്നു. രാത്രി ആയപ്പോൾ ഇന്ന് ചേച്ചിയെ കണ്ടു. ആള് നല്ല സ്വഭാവം, ബിജി ചേച്ചിയാണ്. അപ്പോൾ ഇവരെ സ്റ്റാർട്ടപ്പ് ആണെന്ന് തോന്നുന്നുണ്ട്, 1 വർഷമായിട്ടുള്ളൂന്ന് പറഞ്ഞേ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്. ഇപ്പോൾ വേറെ സംഭവം എന്ന് വെച്ചാൽ ഉപ്പയും ഉമ്മയും ഐഷയും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ താൽപ്പാനും വേണേ കാണാൻ പോകണം. അവർ ഇവിടെ വന്ന് എനിക്കൊന്ന് റൂം ചോദിച്ചു. അപ്പോൾ അമ്മ എണീറ്റുണ്ടായില്ല. പക്ഷെ ഇവിടെ റൂമില്ലാത്തതുകൊണ്ട് അവർ കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിൽ പോയി. അപ്പോൾ 1 അരമണിക്കൂർ ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ. അപ്പോൾ ഇനി അവരടുത്തേക്ക് ഇനിയിപ്പോൾ അവരടുത്തേക്ക് പോകുന്നതായിരിക്കും. നമ്മൾ ഇവിടെ റോഡ് സൈഡിൽ നിർത്തിയിട്ടു. കാരണം അവരൊക്കെ റെഡി ആവുന്നുള്ളൂ. നമുക്കാണെങ്കിൽ ഒന്നും കഴിക്കാണ്ടെന്തോ തലൊക്കെ തിരിയും. ഞങ്ങൾ മാഗി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ സ്ഥലത്ത് വന്നാൽ നൂഡിൽസ് ഉള്ള മെയിൻ. ജസ്റ്റ് നൂഡിൽസ് മാത്രം കഴിച്ചിട്ട് പിന്നെ അടിപൊളി വ്യൂ ഉണ്ട് ഇവിടെ. വാവ്, സെറ്റ്. നമ്മളൊരു നൂഡിൽസ് കഴിക്കുന്നത്. ഒക്കെ ഇയാള് ഒരു ഡിസ്പോസിബിൾ തമിഴാണ്. മാറിക്ക്. ആരോ സ്വകാര്യം പറയുന്നു. ഫുള്ള് കോടിറങ്ങി 1:30 ആയപ്പോ.
ഷാദുപ്പാനെ കണ്ടു. എവിടെ അവനെ കണ്ടു. എന്താ Nathan, yeah, come, hey, Papa. ഒരുപാട് സന്തോഷം തോന്നി. കാരണം അന്ന് ഞാൻ എൻ്റെ ഗേൾഫ്രണ്ട് കൂടെയായിരുന്നു ഞാൻ നീലക്കുറിഞ്ഞി കാണാൻ വന്നത്. എന്നാൽ ഇന്ന് ഞാൻ വന്നത് മക്കളും മരുമക്കളും എല്ലാം കൂടി ഒരു മൂന്നാറിലേക്കാണ് വന്നത്. മൂന്നാറിലേക്ക് നീലക്കുറിഞ്ഞിനെ കാണാൻ മൂന്നാറിലേക്ക് വന്ന. ഇന്ന് നീലക്കുറിഞ്ഞിനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ പല ഇമോഷൻസും കടന്നുപോയി. അന്ന് ആ നീലക്കുറിഞ്ഞി ആദ്യമായി വിരിഞ്ഞു നിന്ന സമയം നിർത്തേ, ഞാൻ പറയട്ടെ, പിന്നെ ആ ഫീല് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും ഒരു അത്ഭുതത്തോടെ കാണുന്നൊരു ശില്പമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് വിരിയുക. ഇന്ന് ഇതിനെ കണ്ടപ്പോൾ സന്തോഷം മാത്രമല്ല, ഒരുപാട് സങ്കടങ്ങളും മനസ്സിലൂടെ കടന്നു പോണ പോലെ തോന്നി. അപ്പുറത്ത് നിന്ന് മക്കളും മരുമക്കളും കുട്ടികളും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ ഉമ്മി പറ്റിയത്? ഉമ്മ ഒക്കെ അല്ലേ? അപ്പോൾ എനിക്ക് വിതുമ്പുകയായിരുന്നു. മക്കളോട് എൻ്റെ കാര്യം പറയാൻ പറ്റില്ല. കാരണം പണ്ട് ഉമ്മക്കൊരു പ്രണയമുണ്ടെന്ന് കേട്ടാൽ മക്കളെല്ലാരും കളിയാക്കി ചിരിക്കും. ഉമ്മക്ക് പ്രണയോ? അത് കേൾക്കുമ്പോൾ എനിക്കും എൻ്റെ മനസ്സിലൂടെ പല കാര്യങ്ങളും കടന്നു പോകും. നമ്മളും ഈ പ്രായം കഴിഞ്ഞ് വന്നവരാണല്ലോ. അന്ന് ഞാൻ ഒരുപാട് സ്നേഹിച്ചാണ് അദ്ദേഹത്തിന്റെ കൂടെ ഈ മൂന്നാർ എന്ന സ്ഥലത്തേക്ക് വന്നത്. എന്നാൽ ഇന്ന് ഞാൻ വന്നത്, ഞാൻ വേറൊരാളെ പ്രണയിച്ച് അവരിൽ ഞങ്ങൾക്ക് മക്കളുണ്ടായി. അങ്ങനെയാണ്. അപ്പൊ എന്റെ മരുമക്കളോടും കുട്ടികളോടും പേരമക്കളോടും എനിക്ക് എന്റെ പണ്ടത്തെ പ്രണയം പറയുമ്പോൾ അവര് കളിയാക്കുക മാത്രമേ ചെയ്യുള്ളൂ. എന്നാൽ പോലും ഉള്ളിൽ സങ്കടം ഒക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്കിന്ന് സന്തോഷത്തോടെയാണ് ഞാനിന്ന് നിൽക്കുന്നത്. നന്ദി, നമസ്കാരം. മൂന്നാറിലെ നീലക്കുറിഞ്ഞി. മൂന്നാറ് നമ്മള് നാഷണൽ പാർക്കിലേക്ക് വന്നേക്കാണ്. ഇതേതാ സ്ഥലം? നാഷണൽ പാർക്ക് ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചത് റൂം സ്റ്റേ നമ്മള് വെക്കേറ്റ് ചെയ്തിട്ട് ആടിന് നേരെ ഒന്ന് സിപ്പ് ലൈൻ പോയി തിരിച്ച് വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചിന്. പക്ഷെ ഐഷത്താക്ക് ഇവിടെ എവിടെയൊക്കെ കാണണമെന്നുണ്ട്. ഞങ്ങൾ രണ്ടാളും അങ്ങനെ സ്ഥലം കുറെ പോയി കാണുന്ന അങ്ങനത്തെ ആളല്ല. ട്രാവൽ വെറുതെ ഇങ്ങനെ കാറിൽ ഇങ്ങനെ പോവാ അങ്ങനത്തെ മൈൻഡാണ്. അപ്പൊ ഇപ്പൊ ഉമ്മയും ഐഷത്തൊക്കെ ഉണ്ട് കാറില്. ഇനി നമ്മളിതാ വേറെ കാറിലുണ്ട്. അപ്പൊ നമ്മളിവിടെ പാർക്കിംഗ് ഇല്ല, ഇപ്പൊ അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം മാത്രം. അപ്പൊ ഇനി എന്താണ് ഇവിടുത്തെ അവസ്ഥ നോക്കട്ടെ. പക്ഷെ മഴ ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ സീൻ. പാർക്ക് കാണാവുന്നുണ്ട്, മഴയത്ത് പെടും തോന്നുന്നുണ്ട്. നോക്കാം. അതല്ല, മണ്ണൊക്കെ പൂണ്ടുപോയാലേ കുടുങ്ങി പോകും. ദുരന്തം. പാർക്കില് ബസ്സില് പോണെന്നിട്ട് പോയി ടിക്കറ്റ് എടുക്കാൻ പോയി രണ്ടുപേരും. പോണ വഴി കൊറേ ഉണ്ടായി. നമുക്ക് അവിടെ ഇറങ്ങാം. നൂഡിൽസ്, മാഗി അല്ല, മാഗി ഓൾറെഡി ഉണ്ട്. മാഗി ഇവിടെ ഉണ്ട്. വളവികൊണ്ട് ബസ്സില് പോയി അവിടുന്ന് 4 കിലോമീറ്റർ നടക്കാൻ പോയ ആള് ടിക്കറ്റ് എടുക്കാൻ പോയപ്പോ തന്നെ വയ്യാണ്ടായി. കോളേജിൽ നമുക്ക് നിർബന്ധം ഉണ്ടല്ലോ ബി.എഡിന്. ഫുള്ള് മല ഞങ്ങൾ കേറി.
ടിക്കറ്റ് എടുക്കാം ഇവിടുന്ന് തളർന്ന് ആളത് മേലെ പണ്ട് ഇപ്പൊ നീ തന്തവൈ തടി എന്നെ സമ്മതിക്കുന്നില്ല. ഇപ്പൊ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന എല്ലാരും അവസ്ഥ തരും വരും, പിന്നെ അങ്ങോട്ട് മഴ ആവും, കുടുങ്ങും. അങ്ങനെയല്ല, വരും ടിക്കറ്റ് എടുക്കാൻ പോവും, മഴ കൂടി ഇങ്ങോട്ടേക്ക് തന്നെ വരും. എല്ലാരും ട്രിപ്പ് പോകുമ്പോ ഇതെനിക്ക് അവസ്ഥ ഇപ്പൊ. കാരണം മഴ പെയ്യ പ്ലാനുകളൊക്കെ പൊളിയും. പിന്നെ മഴ കൊള്ളാൻ റെഡിയായി നിൽക്കുന്നവർക്ക് മാത്രം പറ്റുള്ളൂ. ഇനി അങ്ങോട്ട് ഫുള്ള് ഇതായിരിക്കും. ഇതാ കണ്ടാ അങ്ങനെ മഴയത്തെല്ലാം പാളെന്ന് വിചാരിച്ചതാ. പക്ഷെ ഇവിടെ താഴെ എത്തിയപ്പോ മഴ കുറവാ. അപ്പൊ നമ്മൾ സിപ്പ് ലൈൻ ചെയ്യാന്ന് വിചാരിച്ചു. എൻ്റെ ഫസ്റ്റ് ടൈമാണ്, ഇവളുടെ ഫസ്റ്റ് ടൈമാണ്. കപ്പിളായിട്ട് പോകാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ പറ്റൂല പറഞ്ഞു. കാരണം വെയിറ്റ് സെയിം ആയിരിക്കണം, വെയിറ്റ് സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോണ്. എന്താവും അറിയില്ല. ദാദുപ്പയും മൈഷൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ പോണ് വെള്ളം കുത്തിയൊക്കെ ആയിട്ട് പോണ്. അപ്പം എന്തായാലും ചെയ്യുന്ന വീഡിയോ കിട്ടോ നോക്കാം. അങ്ങനെ ഞങ്ങൾ സിപ്പ് ലൈൻ ചെയ്ത് നമ്മളെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. വരുന്നവരാണെന്നുണ്ടെങ്കിൽ മൂന്നാറിക്കും ഞങ്ങള് മൂന്നാറിക്കും വരുന്നവര്, മൂന്നാർക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത് കുറച്ച് നല്ല ലോങ് ആണ്, സ്കൈ എന്താണ് ഹൈ റേഞ്ചോ അങ്ങനെ എന്തോ, പക്ഷെ കുഴപ്പമില്ല. കാരണം നല്ല ലോങ്ങും ആണ്. തിരിച്ചും സിപ്പ് നമ്മള് ഊട്ടിയിൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതത്ര സുഖം ഉണ്ടായില്ല. ഇത് അത്യാവശ്യം ലോങ് ആണ്. ഫസ്റ്റ് ടൈം അല്ല കേട്ടോ സിപ്പ് ലൈൻ. പിന്നെ അപ്പം സിപ്പ് ലൈൻ ഊട്ടി നോക്കിയപ്പോ ഇത്ര സെറ്റപ്പ് അല്ലേ. ഇവിടെ എന്റെ ഫസ്റ്റ് ടൈം. അപ്പൊ നിന്റെ ഫസ്റ്റ് ടൈം അല്ലേ? അല്ല, എന്റെ ഫസ്റ്റ് ടൈം അല്ല. ഫസ്റ്റ് ടൈം പേടിച്ചെടുത്തു. കോട ഇറങ്ങിയിട്ട് ഒന്നും കാണുന്നുണ്ടായില്ല. പക്ഷെ എനിക്ക് ഒന്ന് കോട ഇറങ്ങിയത് കൊണ്ടാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം താഴെ നോക്കുമ്പോ കോടയും വെള്ളവും കാടും ഒക്കെ അടിപൊളി. അല്ല, നമ്മളെ വീഡിയോ എടുത്തത് ഇതിൽ കൊടുക്കാൻ നോക്കാം. എങ്ങനെ കിട്ടിണ്ടോ ഞാൻ നോക്കിയില്ല. അപ്പൊ എന്തായാലും അതെ, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും അടിപൊളിയായിരുന്നു. സോ അപ്പൊ നമ്മള് ഇനി നേരെ കൊച്ചി പോവും, ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവും. അപ്പൊ ഇൻഷാല്ലാ കാണാം. ചാർജ് ഇല്ല, അപ്പൊ എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ്. അസ്സലാമലൈക്കും. ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. ഓക്കെ, ബൈ ബൈ. ടിക് ടിക് tick, tick, boom.